യുവരാജ് ഗോകുൽ, മഹാരാഷ്ട്രയിൽ അവിടെ നിങ്ങൾ ശിവസേനയെ പിളർത്തി ദുർബലമാക്കിയിട്ടും NCP അടർത്തി ദുർബലപ്പെടുത്തിയിട്ടും മുറിച്ചിട്ടാലും മുറികൂടും പോലെ ഇന്ത്യ സഖ്യം പെർഫോം ചെയ്യുകയാണെന്ന് പല ഇന്ത്യക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും പല എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിച്ചതാണ്. ആ സാഹചര്യത്തിൽ എതിർ സഖ്യത്തിനെതിരെ കിട്ടുന്ന ഒരു ആയുധം നിങ്ങൾക്ക് അനൽപമായ സന്തോഷം പകരുന്നതാണോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഒന്ന് എക്സിറ്റ് പോൾ സർവേകളൊന്നും വന്നിട്ടില്ല. എക്സിറ്റ് പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ശേഷം സർവേ മാത്രമേ വന്നിട്ടുള്ളൂ. പ്രീ പോൾ സർവേ മാത്രമേ വന്നിട്ടുള്ളൂ. ഏത് സർവേ ആണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ കണ്ടിട്ടുള്ള സർവേകളിൽ ഒന്നും തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യം നിലം തൊടുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അറിവിൽ ഞാൻ കണ്ടതെല്ലാം ഇത് തന്നെയാണ്. കേട്ടില്ല. ലോക്പോൾ സർവേ ഞാൻ പറയുന്നത് നമുക്കറിയില്ല. അല്ല നിജേഷ്, ഇപ്പോൾ 400-500 സീറ്റ് പ്രവചിച്ച സർവേകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അതൊക്കെ കുറച്ച് മുമ്പ് വന്ന സർവേകളാണ്. അങ്ങ് പറഞ്ഞു പൂർത്തി അങ്ങ് വിഷയത്തിലേക്ക് വരും. അതിൽ തർക്കിക്കണ്ട. അല്ല, 400-500 പറഞ്ഞില്ലെങ്കിലും 300-350 ഒക്കെ പറയുന്നുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് അവർ ഈ സർവേ നടത്തി സീറ്റ് എണ്ണം കൂട്ടി 543 മുകളിലൊക്കെ സീറ്റ് കിട്ടും എന്നൊക്കെ വിചാരിക്കത്തക്ക സർവേകളുടെ ഒരു പ്രളയം ഒരു സമയത്തുണ്ടായിരുന്നു. അത് നിന്നു. ഹാഷ്മി, 543 ലോക്സഭാ സീറ്റിലായിട്ട് 650 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട്. അതിൻ്റെ ട്രെയിലർ മാത്രമാണ് ഇപ്പം ഈ പറയുന്ന 2 ദിവസമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലും UP-യിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഈ അവിടെ ഉള്ളവർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ എന്ത് പ്രത്യേകിച്ച് സന്തോഷം കിട്ടാനാണ്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം കേരള മുഖ്യന്റെ കാര്യം പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ എടുത്തു പറയുന്നത്, കേരള CM എന്ന് എടുത്തു പറയുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഈ നടക്കുന്ന ചക്കളത്തി പോരിനെ കുറിച്ചിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത്. കാരണം അല്ലാണ്ട് അവിടെ ആരെങ്കിലും അറിയണ്ടേന്ന് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം, ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നോ അവിടെ ആർക്കെങ്കിലും അറിയണ്ടേ? ഈ മുന്നണിക്കകത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ ആർക്കെങ്കിലും ഒക്കെ അറിയണ്ടേ? സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ പരാമർശം വന്നു പോകും എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ അതിനകത്ത് കാര്യം ഇരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഹാഷ്മിയെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹാഷ്മി തുടക്കം മുതൽ BJP ഹാൻഡിലുകൾ ഓക്കെ, BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ടാവും. എഡിറ്റോറിയൽ എഴുതിയത് ആരാന്നേ? പപ്പു. അല്ലല്ല, ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അമിത്ഷാ പറഞ്ഞതാണ്. ഏപ്രിൽ 1 നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാണ് പപ്പുവിന്റെ പപ്പുവിന് എഴുതി കൊടുത്ത രാജ്യമല്ല എന്ന് അമിത്ഷാണ് പറഞ്ഞത്. അതിനുശേഷമാണ് സൈബർ ഹാൻഡിലുകൾ പിടിച്ചത്. അതിനുശേഷമാണ് മുഖമില്ലാത്ത മുഖമുള്ളതുമായ പറഞ്ഞത്. അച്യുതാനന്ദനല്ലേ? അല്ല, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചത് VS അച്യുതാനന്ദൻ. അതിന് മുമ്പല്ല സർ, അതിനുശേഷം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണ്ടേ? അതിന് മുമ്പല്ല, അതിനുശേഷം. 2009-ലോ 2010-ലോ മറ്റോ ആണ് രാഹുൽ ഗാന്ധിയെ കയറിയിട്ട് അമുൽ ബേബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആരാധ്യം വിളിച്ചു എന്നുള്ളതാണോ പ്രശ്നം? അമുൽ ബേബി BJP ആരും വിളിച്ചിട്ടില്ലല്ലോ. BJP-ക്കാർ ആരെങ്കിലും അമുൽ ബേബി എന്ന് വിളിച്ചോ? അമിത്ഷാ വിളിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്ന ആരാണ്? സാക്ഷാൽ VS അച്യുതാനന്ദനാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്നത്, അമുൽ ബേബി എന്ന്. ദേശാഭിമാനി പോലെ CPM-ന്റെ ഒരു മുഖപത്രമാണ് പപ്പു സ്ട്രൈക്ക് എന്നും പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും താങ്കൾ എന്താ പറയാത്തത്? താങ്കൾക്ക് BJP-ക്കെതിരെ മാത്രമേ പറയാൻ അറിയുള്ളൂ, ഇവർക്കെതിരെ ഒന്നും പറയാൻ അറിയില്ലേ? പിന്നെ ശ്രീ ഹസ്കർ പറയുന്നുണ്ട് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റമില്ല എന്നൊക്കെ. നിങ്ങൾ ഏത് നിലപാടാണ് മാറാതിരുന്നിട്ടുള്ളതെന്നൊന്ന് പറയാമോ? സ്വാശ്രയ കോളേജ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്നൊന്ന് പറയാമോ? CAA വിഷയത്തിൽ 2002 പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിലപാടെന്ന് പറയാമോ? 2012 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രകാശ് കാരാട്ട് കത്തെഴുതുമ്പോൾ ആ വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് പറയാമോ? നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണ് നിലപാടുണ്ടായിരുന്നത്? CPM-ന് നിലപാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് സാധനമാണെന്ന് CPM-ന് അറിയാമോ? എല്ലാ കാലഘട്ടത്തിലും ഒരേ വിഷയത്തിൽ 4 നിലപാട് 4 കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി ദയവ് ഇത് നിലപാടെന്നൊന്നും പറയരുത്. മുത്തലാഖ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് ഇതിന് മുമ്പ്? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? UCC വിഷയത്തിൽ 1980-കളിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? അതുകൊണ്ട് CPM വെറുതെ നിലപാടെന്നൊന്നും പറയരുതേ ഹസ്കറെ. CPM-ന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം കാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പടവലങ്ങ പോലെ വളർന്ന് അകത്തേക്ക് മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. BJP-ക്ക് ആർട്ടിക്കിൾ 370-ലായിരുന്നാലും ശരി തന്നെയാണ്, CAA-യിലായിരുന്നാലും ശരി തന്നെയാണ്, ഈ പറയുന്ന UCC-യിലായിരുന്നാലും ശരി തന്നെയാണ്, രാമകൃഷ്ണ ജന്മഭൂമി വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ നിലപാട്
നിലപാടേ ഉള്ളൂ. ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും ശേഷിയും ഞങ്ങൾക്കുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ പറയുന്ന നിലപാടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനുള്ള ആർജവവും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. CPM-നെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടറിനെതിരെ നിങ്ങൾ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ ട്രാക്ടർ ഉരുട്ടി കൊണ്ട് നടക്കും. കമ്പ്യൂട്ടറിനെതിരെ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ കമ്പ്യൂട്ടറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് എന്താണ് നിലപാടെന്നേ? നിങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. നിങ്ങൾ തന്നെയാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെച്ചത് പപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് മറ്റുള്ളവർക്കെതിരെ എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ കാരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. 543 ലോക്സഭാ സീറ്റും 650 സ്ഥാനാർത്ഥികളും, ഇത് മാത്രമാണ് ആ മുന്നണി. ആ മുന്നണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയേ അല്ല. ഓക്കെ.